ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഫാലിമി ബൈ റസൂലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഇവിടെയും അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലോങ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻറ്റുകൾ ഇടാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസിലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 4 സിസ്റ്റേഴ്സും കൂടെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അത് ഓൺലൈൻ സ്റ്റോറിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഓഫ്ലൈനാക്കാൻ എല്ലാവരും ദുആ ചെയ്യണേ. അപ്പോൾ ഇതാ ഗൈസ്, അതിൻ്റെ സെക്കൻഡ് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അതായത് ഏകദേശം ഞങ്ങൾ ഈ അർബ ക്ലോത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ലാസ്റ്റ്, അതായത് ആദ്യ പർച്ചേസിങ് എന്ന് പറയുന്നത് ഡിസംബർ 2-ാം തീയതി അങ്ങനെ എങ്ങാണ്ടോ ആയിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പർച്ചേസിങ് ആണ്. ഡിസംബർ 2-ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഡിസംബർ 7 ആയപ്പം വീണ്ടും പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നേ. അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിൽ ഞങ്ങൾ സെക്കൻഡ് പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ പർച്ചേസിങ് എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും ഗ്യാപ്പിൽ പോകാൻ കാരണം എന്ന് പറയുന്നത്, ആദ്യം ഞങ്ങൾ പർച്ചേസ് ചെയ്തത് വളരെ തുച്ഛമായൊരു എമൗണ്ടിലായിരുന്നു ഗൈസ്. ഞങ്ങൾ 4 പേരും കൂടെ ഷെയർ ഇട്ട് വളരെ തുച്ഛമായൊരു എമൗണ്ടിലായിരുന്നു. അത് എത്ര എമൗണ്ടാണ്, എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സെക്കൻഡ് പർച്ചേസിങ്ങും കഴിഞ്ഞ് തേർഡ് പർച്ചേസിങ്ങിനും പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേർഡ് പർച്ചേസിങ്ങിന് പോയത് കോഴിക്കോടാണ്. അതിൻ്റെ വീഡിയോ ഉടനെ വരവേ. ഇപ്പോൾ നമ്മുടെ അർബ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 മന്ത് കഴിഞ്ഞു കേട്ടോ. ആ 1 മന്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ 3 ടൈം പർച്ചേസിങ്ങിന് പോയി. 2 ടൈം എറണാകുളത്തും 1 ടൈം കോഴിക്കോടുമാണ് കേട്ടോ. ഇത് സെക്കൻഡ് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാനിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു കേട്ടോ ഗൈസ്. കാരണം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സക്സസ്സിൽ എത്തിയാൽ മാത്രമല്ല നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സക്സസ് ഒന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുവിധം സക്സസ്സിൽ എത്തി നിൽക്കുന്നു എന്ന് പറയാം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമുക്ക് പിറകോട്ട് പോകേണ്ട കാര്യം വന്നിട്ടില്ല കേട്ടോ ഇതേവരെയും. ഇനിയും മുന്നോട്ട് പോവുക, അത്രയുള്ളേ. എറണാകുളം ആയതുകൊണ്ട് തന്നെ ഞങ്ങളിതാ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ, കാഞ്ഞിരപ്പള്ളിയിലാണ്. മക്കൾക്ക് എക്സാമിൻ്റെ സമയമാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ് കളയാൻ പറ്റില്ല. ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഹസ്ബൻഡ് മക്കളെ വിട്ടോളൂ കേട്ടോ. പിന്നെ ആ കാര്യം ഓർത്ത് എനിക്ക് പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ 4:45 ഇതാ വെളുപ്പിനെ എണീറ്റിട്ടുണ്ട്. തലേന്ന് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളയപ്പത്തിന് അരച്ചു വെച്ചു. കടലക്കറിയും ഇന്നലെ ഇതാ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നേ. നമുക്ക് പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് തന്നെ കറിക്കെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നിതാ ഒരു ക്യാബേജ് തോരനും കൂടെ വെച്ചപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളയപ്പം ചുട്ടു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മക്കളുടെ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു കുക്കറിൽ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറികളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണി ആ സമയമൊക്കെ 5:30 ആയപ്പോഴത്തേക്കും എൻ്റെ അടുക്കളയിലെ ഫുൾ പരിപാടികളും ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പണിയൊക്കെ ചെയ്തിട്ട് പോയില്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതുകൊണ്ടാണ് കേട്ടോ. മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എങ്കിലും അപ്പോൾ എത്ര നേരത്തേക്ക് മേടിച്ചു കൊടുക്കണം, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ. അപ്പോൾ മക്കൾക്ക് രാവിലെ അപ്പം നിന്നിട്ട് ഉച്ചയ്ക്കും അപ്പം കൊടുത്തു വിടാനായിട്ട് എനിക്ക് വലിയ മടിയാണ് കേട്ടോ. എനിക്ക് പറ്റുമെങ്കിലും ഞാൻ എപ്പോഴും അവർക്ക് ചോറ് കൊടുത്തു വിടാനാണ് പതിവ്. ഇപ്പോൾ ഗൈസ്, ഇന്നിതാ എൻ്റെ പരിപാടി ചോറും കറി വെപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ മറീസിനെ കൊണ്ടുപോകുന്നില്ല പർച്ചേസിങ്ങിനായിട്ട്. ഒരുപാട് കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങണം കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവളെയും കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് അവളെ ഇന്ന് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ തുണിയും വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വിരിച്ചും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരിയും ഇട്ടു. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ. എന്നിട്ടും നേരെ ഒന്നും വെളുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ച് വന്നപ്പോഴത്തേക്കും മോനെ മദ്രസയിൽ വിടാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയും മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ എന്താണ് അപ്പം ചുട്ടു, അവർക്കുള്ള അപ്പമൊക്കെ ചുട്ടു. പക്ഷേ ഇപ്രാവശ്യം എന്തോ നന്നായിട്ട് അപ്പം വന്നില്ല കേട്ടോ. ഈ അധികം പുളിക്കാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ അത് വൈകുന്നേരം വന്ന് ചുട്ടപ്പോഴത്തേക്കും നല്ല അപ്പമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ എന്താണ് പിന്നെ ഞാൻ ഒരുങ്ങി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഒരു 10:15 ആയപ്പോൾ അവിടെ എത്തി. വഴിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി അടിപൊളി 3 പീസ് സെറ്റും കോട്ട് സെറ്റും ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗീസ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ കുറഞ്ഞ ചിലവിൽ ആർക്കെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമ്മളോട് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ ഈ ചെറിയൊരു ക്ലോത്തിങ് സ്റ്റോറിനെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട് അർബ ക്ലോത്തിങ് ബൈ സ്റ്റോർ എന്നാണ് കേട്ടോ. യൂട്യൂബിലും നമ്മുടെ ഒരു പേജുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ബസ്സിൽ വീട്ടിലേക്കാണ് കേട്ടോ പോയത്, അവിടെ നിന്നാണ് ഞങ്ങൾ കാറിൽ പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ടത്തെ പർച്ചേസ് വീഡിയോ ഒട്ടനെ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.